ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തൊരു കിടിലൻ ത്രില്ലർ മൂവിയായ DNA എന്ന മൂവിയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്ന അമ്മ, കുട്ടി ജനിച്ച് കുറച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ കയ്യിൽ കിട്ടുമ്പോൾ ആ കുഞ്ഞ് തന്റേതല്ല എന്ന് അവൾ പറഞ്ഞാലോ? പിന്നീട് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ആ ഹോസ്പിറ്റലിൽ നടക്കുന്ന ചില ക്രൈമുകളൊക്കെ കണ്ടെത്തുകയുമാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വരദരാജൻ എന്നൊരു ക്ലൗഡ് സോഫ്റ്റ്വെയർ ആർക്കിടെക്ടിനെയാണ്. 2014 അയാൾ ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം തന്നെ ഡിജിറ്റൽ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലൗഡ് നിർമ്മിച്ചു കൊടുക്കുന്നു. ജോലിയെല്ലാം കഴിഞ്ഞ് ആകെ ടയർഡായിട്ട് അന്ന് രാത്രി മഴയത്ത് അയാൾ തന്റെ വണ്ടിയിൽ പോവുകയായിരുന്നു. ക്ഷീണം എല്ലാം കാരണം അയാൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോകുന്നു. ആ ടൈമിൽ അയാളുടെ വണ്ടി എതിരെ വന്ന ഒരു ബൈക്കിലിടിക്കുകയും ബൈക്കിലുണ്ടായിരുന്ന 2 പേർ മരിക്കുകയും ചെയ്തു. അയാളത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതുവഴി രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ വരുന്നുണ്ടായിരുന്നു. ഈ രാജേന്ദ്രന് ഓൾറെഡി നമ്മുടെ ഈ വരദരാജനെ പരിചയമുണ്ട്. കാരണം രാജേന്ദ്രൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലും വരദരാജൻ വന്ന് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കേസിലെ വരദരാജനെ പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് രാജേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊരു ഹിറ്റ് ആൻഡ് റൺ കേസായിട്ട് പറഞ്ഞിട്ട് നമുക്ക് വരെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കാമെന്ന്. പക്ഷെ ആ സമയത്താണ് അവർ ശ്രദ്ധിക്കുന്നത് ഈ മരിച്ച 2 പേരുടെ കുട്ടിയാകട്ടെ തൊട്ടടുത്തുള്ള കാട്ടിലേക്ക് പോയി വീണിട്ടുണ്ടായിരുന്നു. ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ആ കുഞ്ഞിനെയും എടുത്ത് ഈ 2 പേരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവർ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ആ കുട്ടിയെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു അവർ. ആ ടൈമിലാണ് അവിടെ മറ്റൊരാളുടെ വൈഫ് പ്രസവിക്കുകയും ആ കുഞ്ഞ് മരിച്ചു പോവുകയും ചെയ്യുന്നത് അവരറിയുന്നത്. അത് കാരണം അയാളാകട്ടെ ആകെ വിഷമത്തിലായിരുന്നു. ഒരുപാട് തവണയായിട്ട് കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞാണ് മരിച്ചിരിക്കുന്നത്. ഈ ടൈമില് രാജേന്ദ്രന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇപ്പൊ ഇവർക്ക് കിട്ടിയ ആ കുഞ്ഞില്ലേ, ആ കുഞ്ഞിനെ ഈ കുഞ്ഞു മരിച്ചുപോയ വ്യക്തിക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ അയാളോട് സംസാരിക്കുമ്പോൾ അയാൾ വരെ ദൈവത്തെ പോലെയാണ് കാണുന്നത്. എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മതിയെന്നായിരുന്നു അയാളുടെ ആഗ്രഹം. തന്റെ വൈഫ് സന്തോഷത്തോടെ ഇരിക്കണം. അമ്മയും അച്ഛനും മരിച്ചുപോയ ഈ കുഞ്ഞിന് ഒരു ഫാമിലി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരാകട്ടെ ആ കുഞ്ഞിനെ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാൽ വരദരാജൻ രാജേന്ദ്രനോട് പറയുന്നുണ്ട് നമ്മൾ ഈ ചെയ്തത് വലിയൊരു ക്രൈമാണ്. ഈ ചെയ്ത തെറ്റിന്റെ ഫലം എന്തെങ്കിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. 2014 ഇതെല്ലാം നടക്കുന്നത്. ഇനി കഥ പ്രസന്റിലേക്ക് വരികയാണ്. നമ്മുടെ മൂവിയിലെ നായകനായ ആനന്ദ് ഒരു ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന കാരണം നല്ല മദ്യപാനിയായി മാറിയിട്ടുണ്ടായിരുന്നു. 1 വർഷമായി അവന്റെ ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്നും അവൻ ആ ട്രോമയിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. അവന്റെ ഉറ്റ സുഹൃത്തും വക്കീലുമായ വെങ്കട്ട് അവനെ ഉപദേശിക്കുന്നുണ്ടെങ്കിലും അവൻ നന്നാവാൻ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അവന്റെ അച്ഛനൊരു പ്രൊഫസറായിരുന്നു, വെൽ സെറ്റിൽഡ് ഫാമിലി. ഇവൻ മാത്രം ഇങ്ങനെ വെള്ളമടിച്ച് നടക്കുന്ന കാരണം ആ ഫാമിലിക്ക് തന്നെ ഇവൻ ഒരു അപമാനമാണെന്നാണ് അവര് പറയുന്നത്. അടുത്ത സീനിൽ നായികയായ ദിവ്യാണ് കാണിക്കുന്നത്. അമ്മ മാത്രമുള്ള അവൾക്കാകട്ടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടും ഓരോരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കും. അവളെ പെണ്ണ് കാണാൻ ഒരുപാട് ചെക്കന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ ഇവളുടെ ഈ ഒരു രീതിയൊക്കെ കാണുമ്പോൾ അവരെല്ലാം അത് വേണ്ടാന്ന് പറഞ്ഞു പോകും. ഇപ്പൊ ഇവളുടെ അമ്മ ഇവളെ ഉപദേശിക്കുന്നുണ്ട് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് പോയി ചായ കൊണ്ടു കൊടുത്തിട്ട് ഒന്നും മിണ്ടാതെ തിരിച്ചു വരണമെന്ന്. അവൾ എന്തെങ്കിലും വാതർന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രകൃതമുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കും. പക്ഷെ അവൾ അമ്മ പറയുന്നൊന്നും കേൾക്കാതെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരോട് ഭയങ്കര ഉച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതോടെ ഇവൾക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി അവര് കല്യാണം വേണ്ടാന്ന് പറഞ്ഞു പോയി. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് എല്ലാം തന്നെ എടുക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ പറയുന്നുണ്ട് ഈ ഒരു ഡിസോർഡർ ഉള്ള ആൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ചെയ്യാനൊന്നും പറ്റില്ല. അവരുടെ മനസ്സിൽ അപ്പൊ എന്തു തോന്നുന്നോ അതായിരിക്കും അവർ പ്രവർത്തിക്കുന്നതും പറയുന്നതും. ഇവിടെ ആനന്ദാകട്ടെ വീണ്ടും മദ്യപിച്ച് റോഡരികിൽ കിടക്കുകയാണ്. അവന്റെ കൂട്ടുകാർ അവനെ എങ്ങനെയൊക്കെയോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷെ അവന്റെ അനിയന്റെ വിവാഹാലോചന നടക്കുന്ന സമയമാണ്. പെണ്ണ് വീട്ടുകാര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവര് കാണാതെ അവന്റെ കൂട്ടുകാരാകട്ടെ അവനെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുപോയെങ്കിലും ആനന്ദ് വീണ്ടും ഇവരുടെ എല്ലാം നടുക്കേക്ക് വന്നിട്ട് പറയുന്നുണ്ട് കല്യാണം കഴിക്കാനേ പാടില്ല, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകുമെന്ന്. ഇതെല്ലാം കേട്ട പെണ്ണ് വീട്ടുകാരാകട്ടെ ആനന്ദിന്റെ അച്ഛനോട് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൂത്ത മകനെ നന്നാക്കി അവനൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ, അതിനുശേഷം ഇളയ മകന്റെ കാര്യം നോക്കാൻ. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ആനന്ദിന്റെ അച്ഛൻ ആകെ നാണം കിട്ടു. അയാൾ അന്ന് രാത്രി അവനെ ഒരുപാട് വഴക്ക് പറയുകയും ശപിക്കുകയും ചെയ്യുന്നുണ്ട്. നീ ജീവിതത്തിൽ ഒരിക്കലും നന്നാകില്ല എന്നും നിന്റെ ജീവിതം നശിച്ചു പോകുമെന്നും. ഇവൻ ഇങ്ങനെയെല്ലാം കാണിക്കുന്ന കണ്ടിട്ട് അവന്റെ കൂട്ടുകാരവനോട് ചോദിക്കുന്നുണ്ട് 1 വർഷം മുമ്പ് നിന്നെ വിട്ടിട്ട് പോയ ആ പെണ്ണിന് വേണ്ടിയിട്ട് നീ എന്തിനാ ഇപ്പോഴും ഇങ്ങനെ കുടിക്കുന്നത്? അവള് വേറെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയല്ലേ. എന്നാൽ അപ്പോഴാണ് അവൻ ആ സത്യം തുറന്നു പറയുന്നത്. അവള് വേറെ വിവാഹം കഴിച്ചു പോയെങ്കിലും ഇന്നവൾ ജീവനോടെ ഇല്ല. അവളുടെ ഹസ്ബൻഡ് അവളെ ഫിസിക്കലി മെന്റലി ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ ഇവൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാരണം അവൾ സൂയിസൈഡ് ചെയ്തു. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കുടിക്കുന്നത്. ഇതെല്ലാം കേട്ടപ്പോ അവന്റെ ഫ്രണ്ട്സിന് ഒരുപാട് വിഷമം തോന്നി. എന്നാലും ഇവനെ പഴയ പോലെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവനെ അവർ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോയി. അവര് പറയുന്നതെല്ലാം അവൻ കേട്ട് അതുപോലെ ചെയ്യുകയും അവൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. അവന്റെ ആ ഡ്രിങ്കിങ് ഹാബിറ്റ് എല്ലാം തന്നെ നിന്നു. അങ്ങനെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്ന അവന് വേണ്ടിയിട്ട് അവന്റെ വീട്ടുകാര് ഒരു പെൺകുട്ടിയെ ആലോചിച്ചു വെക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടായിരുന്ന നമ്മുടെ ദിവ്യ തന്നെയായിരുന്നു. ദിവ്യക്ക് ആനന്ദിനെ കണ്ടതും ഇഷ്ടപ്പെട്ടു. ആനന്ദം കൂടുതലൊന്നും തന്നെ പറയാൻ നിന്നില്ല. വീട്ടുകാരെന്താണോ തീരുമാനിച്ചത് അതിന് തന്നെ ആനന്ദം നിന്നുകൊടുത്തു. ഇവൾക്ക് ഇങ്ങനെ ഒരു ഡിസോർഡർ ഉള്ള കാര്യമെല്ലാം തന്നെ ആനന്ദിന്റെ ഫാമിലിക്ക് അറിയാം. പക്ഷെ ആനന്ദിന് മാത്രം അറിയില്ലായിരുന്നു. അധികം വെച്ച് താമസിപ്പിക്കാതെ അവർ പെട്ടെന്ന് തന്നെ വിവാഹം നടത്തണമെന്ന് പറഞ്ഞു.
അങ്ങനെ വിവാഹത്തലേന്ന് ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ആനന്ദിന്റെ കൂട്ടുകാരായ വെങ്കട്ടും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് ദിവ്യയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അവളുടെ സംസാരവും രീതിയും ഒക്കെ കണ്ടിട്ട് എന്തോ മെന്റൽ പ്രശ്നമുള്ള പോലെ തോന്നുന്നെന്ന് അവർ ആനന്ദിനോട് പറയുന്നു. എന്നാൽ ആനന്ദ് അതൊന്നും വലിയ കാര്യമാക്കി എടുത്തില്ല. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂട്ടുകാര് ആനന്ദിന്റെ അച്ഛനോട് പോയി സംസാരിക്കുന്നു. അപ്പോഴാണ് ദിവ്യയുടെ സത്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നത്. ഓൾറെഡി ആനന്ദ് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി അവന്റെ ലൈഫ് നശിപ്പിക്കണമെന്ന് ചോദിച്ചിട്ട് ആനന്ദിന്റെ കൂട്ടുകാര് അവന്റെ അച്ഛനുമായിട്ട് വഴക്കിടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ദിവ്യ അമ്മ ആകെ സങ്കടത്തിലായി. ദിവ്യ തന്റെ വിവാഹം മുടങ്ങുമോ എന്നുള്ള വിഷമത്തിലായിരുന്നു. പക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആനന്ദ് പറയുന്നുണ്ട് താൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ ദിവ്യ മാത്രമേ കഴിക്കൂ എന്ന്, തനിക്ക് അതിലൊരു പ്രശ്നമില്ലാന്ന്. അങ്ങനെ സന്തോഷപൂർവ്വം ഇവരുടെ വിവാഹം നടന്നു. ആദ്യ രാത്രിയിൽ ദിവ്യയോട് സംസാരിക്കുമ്പോൾ തന്നെ അവളുടെ സംസാരം എല്ലാം തന്നെ ആനന്ദിന് ഒരുപാട് ഇഷ്ടമായി. ദിവ്യയുടെ എല്ലാ കളിതമാശകളും അവൻ ഒരുപാട് ഇഷ്ടമായതോടുകൂടി അവൻ അത്രയധികം അവളെ സ്നേഹിക്കാൻ തുടങ്ങി. പതിയെ അവൻ നല്ലൊരു ജോലി കണ്ടെത്തുകയും ഇവർ സെപ്പറേറ്റ് ആയിട്ടൊരു വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്യുന്നു. അവർക്കിടയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. വളരെ ഹാപ്പി ആയിട്ടായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആനന്ദിന്റെ കൂട്ടുകാർക്കും മനസ്സിലായി ദിവ്യയുടെ കൂടെ ആനന്ദ് എത്ര ഹാപ്പിയാണെന്ന്. അങ്ങനെയിരിക്കെ ദിവ്യ പ്രഗ്നന്റ് ആവുന്നു. അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ആ കുഞ്ഞിനെ കാത്തിരിക്കുകയാണ്. പക്ഷെ ദിവ്യ വിഷമത്തോടു കൂടി ആനന്ദിനോട് പറയുന്നുണ്ട് തന്റെ കുഞ്ഞ് തന്നെ പോലെയാണെങ്കിൽ എല്ലാവർക്കും വിഷമമാവുമെന്ന്. എന്നാൽ അവൻ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ അതിനെ വളർത്തുമെന്ന്. അതൊന്നും ആലോചിച്ച് നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. സീൻ അവിടെ കട്ടായിട്ട് ഒരു ഹോസ്പിറ്റൽ സീനാണ് നമ്മളെ കാണിക്കുന്നത്. വയസ്സായ ഒരു അമ്മൂമ്മ 2 സഞ്ചിയിൽ നിറയെ മുറുക്കും പലഹാരങ്ങളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നു. നഴ്സുമാരൊന്നും കാണാതെ അവിടെയുള്ളവർക്ക് മുറുക്ക് വേണമെന്നൊക്കെ ചോദിച്ചത് വിൽക്കുന്നുണ്ട്. എന്നാൽ അവരുടെ വരവിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അവിടെ ജനിച്ചു വീണ കുഞ്ഞുങ്ങളെ ആരും കാണാതെ അവർ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും. അങ്ങനെ ഒരു കുഞ്ഞിനെ അവരെടുത്ത് തന്റെ സഞ്ചിയിലാക്കി ആരും കാണാത്തൊരിടത്ത് കൊണ്ടുപോയി അതിന്റെ വായിൽ എന്തോ ഒരു മരുന്നൊഴിച്ചു കൊടുക്കുന്നു. കുഞ്ഞ് പിന്നെ അധികം കരയുന്നൊന്നുമില്ല. മുറുക്കുകൾക്കിടയിൽ കുഞ്ഞിനെ ഒളിപ്പിച്ച് സഞ്ചിയുമായിട്ട് അവർ അവിടെ നിന്നും മുങ്ങും. വീട്ടിലെത്തി കഴിയുമ്പോൾ കാശ് കൊടുത്ത് മുലയൂട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊണ്ടുവരും. കുഞ്ഞിനെ മുലയൂട്ടിയ ശേഷം ആ സ്ത്രീ ആകട്ടെ കാശും കൊണ്ടുപോകും. അതിനുശേഷം ഈ അമ്മൂമ്മ വേറെ ആർക്കോ ഈ കുഞ്ഞിനെ കൊടുക്കും. ഇതായിരുന്നു ഇവരുടെ പണി. അതേ ടൈമിൽ തന്നെ നമ്മുടെ നായികയെ ദിവ്യയും പ്രസവിക്കുന്നു. അവൾക്കൊരു ആൺകുഞ്ഞായിരുന്നു ജനിച്ചിരുന്നത്. ജനിച്ച ഉടനെ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കുറച്ചുനേരം അവളെ നെഞ്ചത്ത് കിടത്തി പൊക്കിൾക്കൊടിയൊക്കെ കട്ട് ചെയ്ത ശേഷം കുഞ്ഞിനെ ക്ലീൻ ചെയ്യാനും മറ്റുമായിട്ട് നേഴ്സുമാർ എടുത്തുകൊണ്ടുപോയി. ക്ലീൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുറത്തു നിൽക്കുന്ന ആനന്ദിനെയും കുടുംബത്തിനെയും അവർ കാണിക്കുന്നത്. എല്ലാവരും ഒരുപാട് ഹാപ്പി ആയിരുന്നു. ആനന്ദിന്റെ അച്ഛൻ കുഞ്ഞ് ജനിച്ച സമയം വെച്ചിട്ട് ജോൾസിനെ വിളിച്ചു ചോദിക്കുമ്പോൾ അയാൾ രാശിയെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല സമയത്താണ് അവൻ ജനിച്ചതെന്നും നല്ല ജാതകമാണ് അവന്റേതെന്നും പറയുന്നു. അതിനുശേഷം കുറച്ചു നേരം ഇൻക്യുബേറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നു. ഒരു സെക്യൂരിറ്റി ആ കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ മോഷ്ടിക്കുന്ന അമ്മൂമ്മയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇൻക്യുബേറ്ററിലൊക്കെ വെച്ച ശേഷം കുഞ്ഞിനെ കൊണ്ടുവന്ന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് ദിവ്യയുടെ കയ്യിൽ കൊടുത്തതും ദിവ്യ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഇത് നമ്മുടെ കുഞ്ഞല്ല എന്ന്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. ഇത് നമ്മുടെ കുഞ്ഞാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടും അവള് പറയുന്നുണ്ട് ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടതാ നല്ല പോലെ ഇത് എന്റെ കുഞ്ഞല്ല എന്ന്. അവൾക്ക് ആ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളത് കാരണം അവള് പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല. എന്നാലും ആനന്ദ് അവളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ചീഫിനോട് സംസാരിക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണെന്ന്. പ്രസവിച്ച ഉടനെ കുറച്ചു നേരം കുഞ്ഞിനെ ക്ലീൻ ചെയ്യാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു. പിന്നെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവയ്ക്കാൻ പോയി. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ തന്നെ ദാ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. എല്ലാ വീഡിയോസും അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലൊന്നും തന്നെ കുഞ്ഞ് മാറിപ്പോയിട്ടില്ല. പക്ഷെ അപ്പോഴേക്കും ദിവ്യയാകട്ടെ ആ വാർഡിലുള്ള എല്ലാവരുടെയും കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി നോക്കുന്നുണ്ട് ഇതെന്റെ കുഞ്ഞാണോ എന്ന്. അവൾ ആകെ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവളെ സമാധാനിപ്പിച്ച് അവർ കിടത്തുന്നു. അവൾ ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇതെന്റെ കുഞ്ഞല്ലാന്ന്. അത് കാരണം ആനന്ദിന് നല്ല ഡൗട്ട് തോന്നുന്നു. അവൾ അങ്ങനെ വെറുതെ പറയാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് അവനൊരു പോലീസ് കംപ്ലൈന്റ് തന്നെ കൊടുക്കുകയാണ്. പക്ഷെ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നത് അവൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആയിരിക്കും, അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആയിരിക്കും. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന്. പോലീസുകാരൻ വന്ന ആ വീഡിയോസ് ഒന്ന് കാണുമ്പോൾ അവർക്കും അതിൽ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി ആകെയുള്ള വഴി DNA ടെസ്റ്റ് ചെയ്ത് നോക്കലായിരുന്നു. അതിന് പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഓർഡർ ഒക്കെ വാങ്ങി ഗവൺമെന്റ് ത്രൂ പോവുകയാണെങ്കിൽ 2-3 മാസം എടുക്കും. പക്ഷെ പ്രൈവറ്റ് ആയിട്ട് ഓർഡർ ഒന്നും വാങ്ങാതെ ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചക്കുള്ളൊക്കെ കാര്യം നടക്കും. അങ്ങനെ അതിനു പറ്റിയ ഒരാളെ അവർ കണ്ടെത്തുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. തനിക്ക് 2 ആഴ്ചയൊന്നും പറ്റില്ല, മാക്സിമം 2 ദിവസത്തിനുള്ളിൽ തന്നെ കാര്യം നടക്കണമെന്ന് അവൻ പറയുന്നു. കുറച്ച് കാശ് ചെലവായെങ്കിലും അവൻ പറഞ്ഞ പോലെ 2 ദിവസത്തിനുള്ളിൽ DNA ടെസ്റ്റിന്റെ റിസൾട്ട് കിട്ടി. ദിവ്യ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, അത് അവരുടെ കുഞ്ഞല്ല. ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരാൻ സാധ്യതയില്ല, നിങ്ങൾ കോർട്ടിലേക്ക് കാര്യങ്ങൾ മൂവ് ചെയ്തോളാൻ. ഇനിയിപ്പോ കാണാതായ ഇവരുടെ യഥാർത്ഥ കുഞ്ഞിനെ കണ്ടെത്തണമെങ്കിൽ പോലീസുകാർ അന്വേഷിക്കണം. അതിനു വേണ്ടിയിട്ട് 2 ആഴ്ചക്കകം റിട്ടയർഡ് ആകാൻ കാത്തിരിക്കുന്ന ചിന്നസ്വാമി എന്ന് പറയുന്ന SA ആണ് നിയോഗിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് കേസ് കോർട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തന്റെ സീനിയേഴ്സിനെയൊക്കെ കണ്ട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ചിന്നസ്വാമിയോട് അവർ പറയുന്നത് മിക്കവാറും ജയിലിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. സാധാരണ കുട്ടികളെ കടത്തുന്നത് സെക്സ് അബ്യൂസിന് വേണ്ടിയിട്ടും അഡോപ്ഷൻ പ്രോസസിന് വേണ്ടിയിട്ടുമാണ്. പക്ഷെ ഇതുപോലെ കുട്ടിയെ മാറ്റിക്കടത്തിയത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇവര് കുറച്ചു നാളത്തെ കുട്ടികളെ കടത്തൽ കേസെല്ലാം തന്നെ എടുത്തു നോക്കുന്നുണ്ട്. അതിൽ കൂടുതലും ജനിച്ച് 10 ദിവസത്തിനുള്ളിൽ കുട്ടിയെ കടത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാറ്റിക്കടത്തിയിട്ടില്ല.
കഴിഞ്ഞിട്ടില്ല. ആൺകുട്ടികളെ ഒരുപാട് പേരെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട്. അങ്ങനെ ആൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം കണ്ടുപിടിച്ചില്ലെങ്കിൽ പിന്നെ കിട്ടാനൊന്നും പോകുന്നില്ല. ഇതെല്ലാം തന്നെ ആനന്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, നരബലിക്കും മറ്റുമാണ് ഇങ്ങനെ ആൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതെന്ന്. അവൻ ആകെ തകർന്നു നിൽക്കുന്ന സമയത്താണ് ആ SIക്ക് ഒരു കോള് വരുന്നത്. എവിടെയോ ഇതുപോലൊരു പൂജ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്ഥലത്തേക്ക് അവര് പോയി നോക്കുമ്പോൾ അവിടെ കുറച്ച് ആൾക്കാര് കുഞ്ഞിനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് പോയി ആനന്ദ് ആ കുഞ്ഞിനെ രക്ഷിക്കുന്നു. പക്ഷെ ആ കുട്ടി തന്റേതല്ല എന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ അവന് ഉറപ്പും ഉണ്ടായിരുന്നില്ല. കുഞ്ഞിന്റെ മുഖം ഒരു തവണയല്ലേ അവൻ കണ്ടുള്ളൂ. അതുകൊണ്ട് അവൻ ആ കുഞ്ഞിന്റെ ഒരു ഫോട്ടോ എടുക്കുകയും ദിവ്യയെ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കണ്ടുടനെ തന്നെ ദിവ്യ പറയുന്നുണ്ട്, ഇത് നമ്മുടെ കുട്ടിയല്ല എന്ന്. പിന്നീട് ആനന്ദ് ആകട്ടെ ആ പല ഹോസ്പിറ്റലിൽ നിന്നും കുട്ടികളെ കാണാതായില്ലായിരുന്നു. അവിടെ എല്ലാം തന്നെ പോയി അന്വേഷിക്കുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേറെ കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ പലയിടങ്ങളിലും അന്വേഷിക്കുന്നു. ആ അന്വേഷണ യാത്രയിൽ പലയിടത്തു നിന്നും പല കുട്ടികളെയും കണ്ടുകിട്ടുന്നുണ്ട്. ചിലതൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നും തന്നെ ആനന്ദിന്റെ കുട്ടി ഉണ്ടായിരുന്നില്ല. ഒടുവിൽ ആ ഹോസ്പിറ്റലിനെതിരെയുള്ള കേസ് കോടതിയിൽ വരുന്നുണ്ട്. എന്നാൽ ഇവർ ഗവൺമെന്റ് മുഖാന്തരം അല്ലല്ലോ DNA ടെസ്റ്റ് എടുത്തത്. അതുകൊണ്ട് തന്നെ ആ ഹോസ്പിറ്റൽ അധികൃതർ പറയുന്നുണ്ട് അത് കണക്കിലെടുക്കാൻ പറ്റില്ല എന്ന്. എന്നാൽ ആനന്ദിന്റെയും ദിവ്യയുടെ അവസ്ഥ മനസ്സിലാക്കിയ കോടതി പറയുന്നുണ്ട്, ടെസ്റ്റ് റിസൾട്ടിൽ ഈ കുട്ടി ഇവരുടേതല്ലെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവരുടെ യഥാർത്ഥ കുട്ടിയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റുമെന്ന്. അതുകൊണ്ട് ഹോസ്പിറ്റൽ അധികൃതരെ എല്ലാം തന്നെ ചോദ്യം ചെയ്യാനുള്ള അനുവാദവും കോടതി കൊടുത്തു. അവിടെ വെച്ചാണ് ദിവ്യ അറിയുന്നത് ആനന്ദ് DNA ടെസ്റ്റ് നടത്തി ഉറപ്പുവരുത്തിയെന്നുള്ള കാര്യം. ഈ കുട്ടി തന്റേതല്ല എന്ന് അവള് പറഞ്ഞിട്ട് പോലും അവൻ അത്രയധികം വിശ്വാസം വന്നില്ല. ടെസ്റ്റ് നടത്തിയിട്ടാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്. അത് ആലോചിച്ചിട്ട് അവൾക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലുള്ള നഴ്സുമാരെയും ഡോക്ടേഴ്സിനെയും ചീഫിനെ എല്ലാം തന്നെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അവരെല്ലാവരും ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അന്ന് ലേബർ റൂമിൽ ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ശൈലജ എന്ന് പറയുന്ന നഴ്സിനായിരുന്നു. 8 മണിക്ക് കുഞ്ഞ് ജനിച്ച ശേഷം അതിനെ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ട് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് 8:30 ആയപ്പോഴേക്കാണ് ദിവ്യയുടെ കയ്യിലേക്ക് കുട്ടിയെ കൊടുക്കുന്നത്. പാലൊക്കെ കൊടുത്തിട്ട് 8:45 ആയപ്പോഴാണ് ആനന്ദിന്റെ വീട്ടുകാരെയും മറ്റും കുഞ്ഞിനെ കാണിക്കുന്നത്. എന്നാൽ അത് എല്ലാ കുട്ടികളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. കുട്ടി ഒന്ന് കോപ്പറേറ്റ് ആവാനും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനും കുറച്ച് സമയമെടുക്കും. ആനന്ദിന്റെ കുട്ടിക്ക് ടെമ്പറേച്ചർ അൺഈവനായിട്ട് കാണിച്ചത് കൊണ്ടാണ് കുറച്ചു നേരം ഇൻക്യുബേറ്ററിൽ വെച്ചത്. 9 മണിക്കാണ് ഇൻക്യുബേറ്ററിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോയത്. അവർ ആ ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജസ് എല്ലാം തന്നെ എടുക്കുന്നു. പിന്നെ കൂടാതെ ജയിലിൽ നിന്നും അടുത്തിടെ ഇറങ്ങിയ കുറ്റവാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നും കുട്ടികളെ കടത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഗൂഢാലോചനകൾ ജയിലിനുള്ളിൽ നടന്നിട്ടുണ്ടോ എന്നും ഇവർ അന്വേഷിക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് കൂടുതൽ നടക്കുന്നത് ജയിലിനുള്ളിലായിരുന്നു. അവിടെയുള്ളൊരു കുറ്റവാളിയായ സെലവത്തിനോട് സംസാരിക്കുന്നുണ്ട്. കുട്ടികളെ കടത്തുന്ന ഗ്യാങ്ങിലുള്ള ആരെങ്കിലും ഈ അടുത്തിടെ പുറത്തിറങ്ങിയിട്ടുണ്ടോ എന്ന്. അങ്ങനെ അയാളുടെ അടുത്ത് നിന്നും ഗാജ എന്ന് പറയുന്ന ഒരാളുടെ പേര് കിട്ടുന്നു. അവരെ പോയി ഇവർ കാണുന്നുണ്ട്. എന്നാൽ അയാൾ പറയുന്നുണ്ട്, തങ്ങളുടെ ഗ്യാങ്ങിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പുള്ള ജോലികളാണ്. അതിൽ നിങ്ങൾ പറയുന്ന പോലെ കുട്ടികളെ കടത്തുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരു കുട്ടിയെ കടത്തിയ ശേഷം മറ്റൊരു കുട്ടി അവിടെ വെച്ചിട്ട് പോകുന്ന ആരും തന്നെയില്ല. ഇവിടെയെല്ലാം തന്നെ കടത്തിയ കുട്ടികളെ ഭിക്ഷയെടുക്കാനും മറ്റുമാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ കുറെ കുട്ടികളെ ഇവരുടെ ഗ്യാങ്ങിന്റെ അടുത്ത് നിന്നും കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ആനന്ദിന്റെ കുഞ്ഞുണ്ടായിരുന്നില്ല. ഏകദേശം 5 വയസ്സിന് മുകളിലോട്ടുള്ളവരായിരുന്നു അതിലെല്ലാം ഉണ്ടായിരുന്നത്. നമ്മുടെ ആ SI ആകട്ടെ ഹോസ്പിറ്റലിലെ CCTV വിഷ്വൽസ് എല്ലാം പരിശോധിക്കുമ്പോൾ അതിൽ നിന്നും കണ്ടെത്തുന്നുണ്ട് സാധാരണ ഒരു കുട്ടിയെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുവച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് 90 സെക്കൻഡിനുള്ളിലാണ്. പക്ഷെ ആനന്ദിന്റെ കുട്ടിയെ കൊണ്ടുവച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ എക്സ്ട്രാ ഒരു 20 സെക്കൻഡ് കൂടിയായി. എന്നാൽ അതൊരു ക്രൈം നടത്താൻ പറ്റുന്ന ഒരു ടൈമായിട്ട് എടുക്കാൻ പറ്റില്ല എന്നാണ് ആ വിഷ്വൽസ് നോക്കിക്കൊണ്ടിരുന്ന ആള് പറയുന്നത്. എന്നാലും നമ്മുടെ SIക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്. അതിനിടയ്ക്ക് കുട്ടികളെ വേറെ ഹോസ്പിറ്റലിൽ നിന്ന് കാണാതായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആനന്ദ് പല ഹോസ്പിറ്റലുകളിലും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ അവൻ ഇരിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ആ അമ്മൂമ്മ അവിടുത്തെ ഹോസ്പിറ്റലിലും ഒരു കുഞ്ഞിനെ കടത്താൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവന്റെ അടുത്ത് വന്നിരുന്നാണ് അവർ വെള്ളം കുടിക്കുന്നത്. അവരുടെ 2 സഞ്ചികളും അവരുടെ അടുത്തുണ്ടായിരുന്നു. അതിലൊരു സഞ്ചിയിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അവർ എഴുന്നേറ്റ് പോകാൻ നേരത്ത് അവനാണ് ഒരു സഞ്ചി എടുത്ത് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്നാൽ ആ സഞ്ചിയുടെ വെയിറ്റ് വെച്ചിട്ട് അവന് തോന്നുന്നുണ്ട് അതിൽ മുറുക്ക് മാത്രമല്ല വേറെന്തോ ഉണ്ടെന്ന്. അവൻ അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. കറക്റ്റ് സമയത്ത് അവരുടെ സഞ്ചിക്കുള്ളിൽ നിന്നും ആ കുഞ്ഞിന്റെ കയ്യും അവൻ കാണുന്നുണ്ട്. അവരുടെ പിറകെ അവൻ ഓടിയെങ്കിലും അവരൊരു ഓട്ടോയിൽ കയറിപ്പോയി. അവൻ അവരെ ഫോളോ ചെയ്തു പോകുന്നു. ഇവിടെ നമ്മുടെ SI ആകട്ടെ ഇൻക്യുബേറ്റർ റൂമിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുകൊടുക്കാൻ എടുക്കുന്ന സമയം ഫോണിൽ ടൈമർ ഓണാക്കി വെച്ച് നോക്കുന്നുണ്ട്. ആനന്ദിന്റെ കുഞ്ഞിനെ ഇതുപോലെ കൊണ്ടുപോയ സമയത്ത് ടൈമിങ്ങിൽ എന്തോ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആ നേഴ്സിനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറയുമ്പോൾ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന നേഴ്സ് പറയുന്നുണ്ട്, അന്ന് ആനന്ദിന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയ ആ ശൈലജ എന്ന് പറയുന്ന നേഴ്സ് ഇപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തു പോയി. അവർക്ക് സൗദിയിൽ ജോലി കിട്ടി. അങ്ങനെ നമ്മുടെ SI നേരെ ശൈലജയുടെ വീട്ടിൽ പോകുന്നു. എന്താ റിസൈൻ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, തനിക്ക് സൗദിയിൽ ജോലി കിട്ടി. ഞാൻ 3 മാസം മുമ്പേ തന്നെ റെസിഗ്നേഷൻ ലെറ്റർ ഒക്കെ കൊടുത്തതാണ്. ഉടനെ തന്നെ സൗദിയിലേക്ക് പോകുമെന്ന്. കൂടുതലൊന്നും ചോദിക്കാതെ അയാൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് ആ ഡോക്ടറിനെയും ചീഫിനെയാണ് കാണുന്നത്. ശൈലജയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവര് തങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നു. ഇതിന്റെ ഇടയ്ക്ക് ആ ഒരു അമ്മൂമ്മയുടെ പുറകെ പോയ നമ്മുടെ ആനന്ദാകട്ടെ അവരുടെ വീട് കണ്ടുപിടിക്കുന്നു. അവര് കുഞ്ഞിനെ കൊണ്ടുപോയി വീടിനകത്ത് കിടത്തിയിട്ട് പതിവ് പോലെ കുഞ്ഞിനെ പാലൂട്ടാൻ ഒരു സ്ത്രീയെ ഉള്ളിലേക്ക് വിളിക്കുന്നു. അവര് പോയി കഴിയുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് ആ കുഞ്ഞിരിക്കുന്ന ആ ഒരു സഞ്ചിയുമായിട്ട് പുറത്തേക്ക് പോകുന്നതും കാണിക്കുന്നു. അയാളുടെ പേര് ശേഖർ എന്നായിരുന്നു. അയാൾ ഒഴിഞ്ഞൊരു ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. ആനന്ദും അയാളെ പിന്തുടർന്നു പോകുന്നു. മാത്രമല്ല
പോകുന്ന വഴിയിൽ അവൻ ആ SI ചിന്നസ്വാമിയെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ തന്റെ കൂടെ കുറച്ച് പോലീസുകാരെ കൂടി കൂട്ടിയിട്ട് ആനന്ദ് പറഞ്ഞ ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് വരുന്നു. ആനന്ദ് നോക്കുമ്പോ ഈ ശേഖറിന്റെ കൂടെ കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കുഞ്ഞിനെ അവർ ആ ഒരു സഞ്ചിയിൽ തന്നെ വെച്ചിരിക്കുകയാണ്. കുറച്ചു സമയത്തിനകം പോലീസുകാർ വരികയും ആനന്ദും പോലീസുകാരും ചേർന്നിട്ട് ഇവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ആ കുഞ്ഞിനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂർത്തി എന്ന് പറയുന്ന ഒരാളാണ് വരുന്നത്. ശേഖറിനെ വെച്ചിട്ട് ഇവർ മൂർത്തിയെ കൈയോടെ പിടിക്കുന്നു. തന്റെ കുഞ്ഞിനെ കാണാതായിട്ട് 17 ദിവസമായെന്നും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ തുറന്നു പറയാനും മൂർത്തിയോട് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ മൂർത്തിയും ശേഖറും കൂടുതൽ ഒന്നും തന്നെ വിട്ടു പറയുന്നില്ല. ഈ മൂർത്തിക്ക് ഒരു നേഴ്സിംഗ് ഏജൻസി ഉണ്ടായിരുന്നു. ഫോറിനിലേക്ക് ജോലിക്ക് നേഴ്സുമാരെ അയക്കുന്ന ഏജൻസി ആയിരുന്നു അത്. ആ അമ്മൂമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരും ഒന്നും പറയുന്നില്ല. അവര് കുട്ടികളെ കടത്തി ശേഖറിന്റെ കയ്യിലാണ് കൊടുക്കുന്നത്. ശേഖറിനാകട്ടെ ആ കുട്ടികളെ മൂർത്തിയുടെ കയ്യിൽ കൊടുക്കുന്ന ജോലി ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഇവർക്ക് ആർക്കും വേറെ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാർ ആരാണെന്ന് അറിയില്ല. അടുത്തതായിട്ട് ഇവർ വീണ്ടും ശൈലജയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. തനിക്കൊന്നും അറിയില്ല എന്നാണ് ശൈലജ പറയുന്നത്. പക്ഷെ ആ സമയം അവളെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ട്വിൻ സിസ്റ്ററിനെ അവിടേക്ക് കൊണ്ടുവരുന്നു. അതോടുകൂടി അവളുടെ എല്ലാ കള്ളക്കളിയും പൊളിഞ്ഞു. ശൈലജയ്ക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉള്ളത് ആർക്കും തന്നെ അറിയില്ല. ഹോസ്പിറ്റൽ അധികൃതർക്കും അറിയില്ലായിരുന്നു. ഇനിയാണ് ശൈലജ നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നത്. മൂർത്തി പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ശൈലജ ചെയ്തത്. മൂർത്തിയുടെ നേഴ്സിംഗ് ഏജൻസി വഴി അവർക്ക് സൗദിയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു. അതിന് പകരമായിട്ട് ഒരു കുഞ്ഞിനെ കടത്തി കൊടുക്കണം. ഇവൾക്കൊരു ട്വിൻ സിസ്റ്റർ കൂടി ഉണ്ടായതുകൊണ്ട് വേറെ ആരുടെയും കണ്ണിൽപ്പെടാതെ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ആ ക്രൈം നടത്തുക എന്നത് ഈസി ആയിരുന്നു. ആ അമ്മമ്മയോട് ചോദ്യം ചെയ്യുമ്പോൾ അവര് പറയുന്നുണ്ട്, ഞാൻ സാധാരണ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമാണ് കുട്ടികളെ എടുക്കുന്നത്. അങ്ങനെ എടുത്ത ഒരു കുട്ടിയാണ് ദിവ്യ പ്രസവിച്ചു കിടന്ന ഹോസ്പിറ്റലിലെത്തി ആ നേഴ്സിന്റെ കയ്യിൽ ഇവർ കൊടുത്തത്. അങ്ങനെ കൊണ്ടുവന്ന കുട്ടിയെ ദിവ്യയുടെ ആനന്ദിന്റെയും കുട്ടിയായിട്ട് കിടത്തിയ ശേഷമാണ് അവരുടെ യഥാർത്ഥ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്. അങ്ങനെ ഇവരെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നിന്നും ദിവ്യയുടെ ആനന്ദിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുട്ടി ഏത് ഹോസ്പിറ്റലിൽ ഏത് വാർഡിൽ നിന്ന് ആരുടെ അടുത്തു നിന്ന് എടുത്തതാണെന്ന് കണ്ടുപിടിക്കുന്നു. അതായത് ദിവ്യയുടെ കയ്യിലുള്ള കുട്ടിയുടെ യഥാർത്ഥ അച്ഛനെ അമ്മയെ അവർ കണ്ടെത്തി. ആനന്ദ് ആ കാര്യം ദിവ്യയോട് പറയുന്നു. ദിവ്യ അത് കേട്ടപ്പോൾ ആദ്യം തകർന്നെങ്കിലും ആ കുഞ്ഞിന്റെ സ്വന്തം അച്ഛനും അമ്മയെ തന്നെ അതിനെ ഏൽപ്പിക്കണമെന്ന് അവൾക്ക് തോന്നിയിട്ട് അവർ ആ കുഞ്ഞിനെ കൊണ്ടുപോയി അതിന്റെ യഥാർത്ഥ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. ആകെ സങ്കടത്തോടു കൂടിയാണ് അവൾ തിരിച്ചു വരുന്നത്. വീട്ടിലെത്തിയെങ്കിലും താൻ ഇത്രയും കാലം താലോലിച്ചുകൊണ്ട് നടന്ന ആ കുട്ടി ഓക്കെയാണോ, അത് പാല് കുടിക്കുന്നുണ്ടാവുമോ, ഉറങ്ങിയിട്ടുണ്ടാവുമോ എന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു അവൾക്ക്. ദിവ്യയുടെ ആ അവസ്ഥയെല്ലാം കണ്ടിട്ട് ആനന്ദ് ആകെ തകർന്നിരിക്കുകയാണ്. തന്റെ വിഷമങ്ങളെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അവൾ എപ്പോഴും വീട് ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ ഇടയ്ക്കൊക്കെ ആ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ വിളിക്കുകയും ഇവളോട് സംസാരിക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളുടെ ഒരു അമ്പലത്തിൽ പോയിട്ട് തൊട്ടില് കെട്ടിയെന്നും തങ്ങളുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും അതിനുശേഷമാണ് നിങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുതന്നതെന്നും അവർ പറയുന്നു. അടുത്ത ഒരു തവണ കൂടി ഞങ്ങൾ ആ അമ്പലത്തിൽ പോകുന്നുണ്ട്. കുട്ടിയെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ആ തൊട്ടിൽ അഴിച്ചു മാറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഒരു തൊട്ടില് കെട്ടിയാൽ മതി. അടുത്ത തവണ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ വരാൻ പറയുന്നു. ഇവിടെ ആനന്ദ് SIയും ചേർന്നിട്ട് മൂർത്തിയെ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആദ്യമൊന്നും വിട്ടു പറഞ്ഞില്ല. അവസാനം പട്ടിണി കിട്ടും അടിച്ചും അയാളെ ടോർച്ചർ ചെയ്ത് അയാളുടെ വായിൽ നിന്നും രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുടെ പേര് കിട്ടുന്നു. ഈ ഹോസ്പിറ്റലുകളിലെ സെക്യൂരിറ്റി സർവീസ് എല്ലാം തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ രാജേന്ദ്രൻ. അയാൾ പറഞ്ഞിട്ടാണ് മൂർത്തി ഈ കുട്ടിയെ കടത്തിയത്. അയാളുടെ മേല് ആരാണുള്ളതെന്ന് മൂർത്തിക്ക് അറിയില്ല. രാജേന്ദ്രനുമായിട്ട് മാത്രമായിരുന്നു മൂർത്തിയുടെ കണക്ഷൻ. ഇനി അടുത്തതായിട്ട് നമ്മളെ ഈ രാജേന്ദ്രനെ കാണിക്കുന്നു. ഇയാളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കാരണം ഈ മൂവിയുടെ തുടക്കത്തില് വരദരാജൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ആക്സിഡന്റ് നടത്തുകയും അച്ഛനും അമ്മയും മരിച്ച ഒരു കുട്ടിയെ മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തില്ലേ. അന്ന് അയാളുടെ കൂടെ ഹെൽപ്പിന് നിന്ന ആ ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് ഈ ഒരു രാജേന്ദ്രൻ. അയാൾ ഇപ്പോൾ സെക്യൂരിറ്റി സർവീസ് നടത്തുന്ന ഒരു ഓഫീസ് നടത്തുകയാണ്. അങ്ങനെ ആനന്ദ് ഇയാളെ തേടി അവിടെ എത്തുന്നു. പക്ഷെ ആനന്ദ് എത്തുന്നതിനും തൊട്ടു മുൻപ് തന്നെ ഇയാളെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്നും ഈ രാജേന്ദ്രനെ രക്ഷിച്ച് അയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് തന്റെ കുട്ടി എവിടെയെന്ന് കണ്ടെത്തണം. പക്ഷെ അതിനു മുൻപ് തന്നെ ആ ആൾക്കാരെല്ലാം ചേർന്നിട്ട് രാജേന്ദ്രനെ കൊന്നു. ആനന്ദിന്റെ അവസാനത്തെ പിടിവലിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. രാജേന്ദ്രന്റെ മേലെ ആരാണുള്ളതെന്ന് ഇനി അവൻ എങ്ങനെ കണ്ടെത്തും? തന്റെ കുഞ്ഞിനെ എങ്ങനെ കണ്ടെത്തും? അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായി. അങ്ങനെ രാജേന്ദ്രന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നിടത്തേക്ക് ഇവർ പോകുന്നു. രാജേന്ദ്രന് 2 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2ലും കൂടെ 4 മക്കളും ഉണ്ട്. എന്നാൽ ഈ മക്കളുമാര് തമ്മിൽ എപ്പോഴും വഴക്കോ അടിയുമാണ്. അവരങ്ങനെ അതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അയാൾക്ക് റീത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, മൂവിയുടെ തുടക്കത്തിൽ രാജേന്ദ്രന്റെ കൂടെ കാണിച്ച ആ വരദരാജനായിരുന്നു. എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന ആനന്ദ് വീണ്ടും നടന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ചിന്തിക്കുന്നു. അതിനിടയിൽ ആ ജയിലിലാണ് ഗൂഢാലോചനകളെല്ലാം നടക്കുന്നതെന്നും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ കിട്ടുമെന്നും ഇവന് തോന്നിയിട്ട് ഒന്നുകൂടി ആ ഗജ എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്യാമെന്ന് SIയോട് പറയുന്നു. എന്നാൽ അതൊന്നും ശരിയാവില്ല എന്നാണ് SI പറയുന്നത്. വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ലത്. എന്നാൽ SIയുടെ അറിവില്ലാതെ തന്നെ ആനന്ദ് അവരുടെ ഗ്യാങ്ങിനുള്ളിലേക്ക് പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ SIക്ക് കോള് വരുന്നുണ്ട്. ആനന്ദിനെ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ പിടിച്ചു കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആനന്ദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് SI അവിടെ ചെല്ലുന്നുണ്ട്. ഗജയോട് സംസാരിക്കുന്നു. പക്ഷെ അടികൊണ്ട് നിന്ന നമ്മുടെ ആനന്ദാകട്ടെ കൂടെ നിന്നിരുന്ന ആൾക്കാരെ എല്ലാം നോക്കുന്നു. അവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നുണ്ട്. രാജേന്ദ്രനെ കൊല്ലാൻ വന്ന ഒരാളുടെ കയ്യിൽ കണ്ട അതേ ടാറ്റു ഈ ഗജയുടെ കൂടെ നിൽക്കുന്ന ആളുടെ കയ്യിലും ഉണ്ട്. അതിനർത്ഥം ഈ ഗജയുടെ ഗ്യാങ് തന്നെയാണ് രാജേന്ദ്രനെ കൊന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്കറിയാമായിരിക്കും രാജേന്ദ്രന്റെ മുകളിൽ ആരാണുള്ളതെന്ന്. അയാളായിരിക്കുമല്ലോ ഇവർക്ക് ഈ കൊട്ടേഷൻ
ലക്ഷം കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ആനന്ദ് ഇവരെ ചോദ്യം ചെയ്യുന്നു. തങ്ങളുടെ കള്ളി വെളിച്ചത്താവുന്ന മനസ്സിലായതോടുകൂടി ഇവരാകട്ടെ ആനന്ദിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ആ ഫൈറ്റിനിടയിൽ എന്തായാലും ആനന്ദ് വിജയിച്ചു. അവരെ അടിച്ചൊതുക്കിയിട്ട് അവനാകട്ടെ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവരെല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അവർക്ക് മുകളിലുള്ളത് വരദരാജനാണ്. വരദരാജൻ പറഞ്ഞിട്ടാണ് രാജേന്ദ്രനെ കൊന്നത്. കാരണം രാജേന്ദ്രനെ പിടിച്ചു കഴിഞ്ഞാൽ വരദരാജനിലേക്ക് ആനന്ദ് എത്തും. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് ആദ്യമായിട്ട് ഇവരാകട്ടെ ആക്സിഡന്റ് പറ്റിയിട്ട് രക്ഷപ്പെട്ട ആ കുഞ്ഞിനെ ഒരാൾക്ക് കൊടുത്തില്ലേ, അതിന് പകരമായിട്ട് അയാളാകട്ടെ കുറെ സ്വർണം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കുന്നു. കാലങ്ങളായിട്ട് കുട്ടികളില്ലാത്ത എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടിയത് നിങ്ങൾ കാരണമാണ്. അതിന്റെ സന്തോഷത്തിലായിരുന്നു അയാൾ ആ സ്വർണം കൊടുത്തത്. വരദരാജൻ പറയുന്നുണ്ട് ഇതെനിക്ക് വേണ്ട, രാജേന്ദ്രൻ ഫുള്ളായിട്ട് എടുത്തുകൊള്ളാൻ. എന്നാൽ രാജേന്ദ്രൻ അത് രണ്ടായിട്ട് തന്നെയാണ് പങ്കുവെക്കുന്നത്. അങ്ങനെ കാലങ്ങൾ വീണ്ടും കഴിഞ്ഞുപോയി. ഇവർ ഈ കുഞ്ഞിനെ കൊടുത്ത ആളാകട്ടെ വീണ്ടും ഇവരുടെ അടുത്തെത്തുന്നു. തന്റെ ഒരു റിലേറ്റീവിനും ഇതുപോലെ കുട്ടികളില്ല എന്നും നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിനെ സംഘടിപ്പിച്ചു കൊടുക്കണമെന്നും അന്ന് അബദ്ധവശാൽ തങ്ങളുടെ കയ്യിൽ കിട്ടി കുഞ്ഞിനെ തന്നു വിചാരിച്ചിട്ട് എപ്പോഴും അങ്ങനെ നടക്കില്ല എന്ന് ഇവർ പറയുന്നു. പക്ഷേ നിങ്ങൾ ഹോസ്പിറ്റലിലല്ലേ ജോലി ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് ഈസിയായിട്ട് നടക്കുമെന്നാണ് അയാൾ പറയുന്നത്. 5 ലക്ഷം രൂപ കിട്ടുമെന്നും പറയുന്നു. പിന്നീട് അങ്ങോട്ട് ഇവർ കാശിന് വേണ്ടിയിട്ട് ഈ കുട്ടികളെ കടത്താൻ തുടങ്ങി. അങ്ങനെ രണ്ടാമത്തെ ആൾക്കും കുഞ്ഞിനെ കൊടുത്തു. അത് കണ്ട് പലരും ഇവരുടെ അടുത്തേക്ക് എത്തി. ദൈവത്തിനെ കുമ്പിട്ട ശേഷം ആൾക്കാർ ഇവരെയാണ് കുമ്പിടാൻ തുടങ്ങിയത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. അതിനിടയ്ക്കാണ് ഹോസ്പിറ്റലുകളിലെല്ലാം തന്നെ മെഡിക്കൽ റെക്കോർഡ്സ് ഡിജിറ്റലാക്കുന്ന സംവിധാനം വരുന്നത്. സ്വന്തമായിട്ടൊരു ക്ലൗഡ് സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങിയ വരദരാജനാകട്ടെ പിന്നീട് എല്ലാ ഹോസ്പിറ്റലുകളിലും പോയി ഇതുപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അതിൽ നിന്നും അയാളാകട്ടെ ഇല്ലീഗലായിട്ട് ഹോസ്പിറ്റലിലെ എല്ലാ റെക്കോർഡ്സും സ്വന്തമായിട്ട് സൂക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എവിടെ എത്ര കുട്ടികൾ ജനിക്കുന്നുണ്ടെന്നും അതിൽ എത്ര ആൺകുട്ടിയാണെന്നും പെൺകുട്ടിയാണെന്നും അങ്ങനെ എല്ലാ വിവരങ്ങളും ഇയാളുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഇവരുടെ അടുത്തൊരു ക്ലയന്റ് വരുന്നു. അവരുടെ ഇത് ഒരു വ്യത്യസ്തമായ ആശയമായിരുന്നു. അതായത് അവർക്ക് ഒരു പ്രത്യേക രാശിയില് പ്രത്യേക ജാതകത്തിൽ വരുന്ന ഒരു കുട്ടിയെ വേണം. ജൂലൈ 15-ന് ഇത്ര സമയത്തിനുള്ളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നല്ല ഭാഗ്യമായിരിക്കും, നല്ല ജാതകമായിരിക്കും അവരുടേത്. ആ ദിവസത്തിൽ ജനിക്കുന്ന കുട്ടിയാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ വരദരാജനാകട്ടെ തന്റെ ഡേറ്റാസ് എല്ലാം നോക്കുന്നു. തന്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ഹോസ്പിറ്റലിൽ അയാൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ജോത്സ്യം പറഞ്ഞ പ്രകാരം ജൂലൈ 15 രാവിലെ 7 മുതൽ 9 വരെ ഡെലിവറി ഫിക്സ് ചെയ്തിരിക്കുന്നത് ദിവ്യ ഉൾപ്പെടെ 3 പേർക്കായിരുന്നു. പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഈ ഒരു ഡെലിവറി നടക്കുന്നത്. അങ്ങനെ ഡെലിവറിക്ക് അവരെത്തുന്നതിന് മുൻപ് തന്നെയുള്ള അവരുടെ എല്ലാ ഹോസ്പിറ്റൽ ഡീറ്റെയിൽസും അവർ കഴിക്കുന്ന മെഡിസിനും കുഞ്ഞിന്റെ ഹെൽത്തും എല്ലാം തന്നെ ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ത്രൂ വരദരാജൻ നോട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ ഒരു ക്രൈമിന് വേണ്ടിയിട്ട് വരദരാജൻ രാജേന്ദ്രനെ ഏൽപ്പിക്കുമ്പോൾ രാജേന്ദ്രൻ അത് മൂർത്തിയെ ഏൽപ്പിക്കുന്നു. മൂർത്തി അത് ശൈലജ വഴിയാണ് ചെയ്യുന്നത്. ശൈലജയും ടിൻ സിസ്റ്ററും ചേർന്നിട്ട് വേണം ഈ ഒരു ക്രൈം നടത്താൻ. അങ്ങനെ ജൂലൈ 15-ാം തീയതി എത്തി 3 കുട്ടികൾ ജനിച്ചു. ആ 3 കുട്ടികളിലും ഇവർ ആഗ്രഹിച്ച പ്രകാരം നല്ല ജാതകം ഉണ്ടായിരുന്നത് ആനന്ദിന്റെയും ദിവ്യയുടെയും മകനായിരുന്നു. അവരുടെ മകനെ തന്നെ കടത്താൻ ഇവർ തീരുമാനിച്ചു. പക്ഷേ ഈസി ആയിട്ടൊരു കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറാൻ പറ്റില്ല. അതിനു വേണ്ടിയിട്ട് ആദ്യം അമ്മൂമ്മയാകട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നും ഒരു കുഞ്ഞിനെ കടത്തിക്കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുന്നു. ശൈലജയുടെ ടിൻ സിസ്റ്റർ ആകട്ടെ നേഴ്സിംഗ് വേഷം ഇട്ടുകൊണ്ട് കയ്യിലൊരു ബാസ്ക്കറ്റുമായിട്ട് ഉള്ളിലേക്ക് വന്നു. ആരും കാണാതെ ആ ബാസ്ക്കറ്റിനുള്ളിലേക്ക് ആ അമ്മൂമ്മയാകട്ടെ കുഞ്ഞിനെ കിടത്തി. ബാസ്ക്കറ്റുമായിട്ട് ശൈലജയുടെ ടിൻ സിസ്റ്റർ നേരെ ഇൻക്യുബേഷൻ റൂമിലേക്ക് പോകുന്നു. അതിനുള്ള ഒരു ഫീഡിംഗ് റൂം കൂടി ഉണ്ടായിരുന്നു. അവിടെ ഇവിടെയുള്ള നേഴ്സുമാരെല്ലാം വിചാരിച്ചിരുന്നത് അത് ശൈലജയാണെന്നാണ്. ഫീഡിംഗ് റൂമിനുള്ളിൽ ശൈലജയുടെ ടിൻ സിസ്റ്റർ ഒളിച്ചിരിക്കുന്നു. പിന്നെ കുറച്ചു കഴിയുമ്പോൾ ശൈലജ നമ്മുടെ ദിവ്യയുടെ കുഞ്ഞിനെയുമായിട്ട് ഇൻക്യുബേഷൻ റൂമിലേക്ക് വരുന്നുണ്ട്. ഉള്ളിൽ അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമില് പ്ലാൻ ചെയ്ത പ്രകാരം ശൈലജ ദിവ്യയുടെ കുഞ്ഞിനെ തന്റെ ടിൻ സിസ്റ്ററിന്റെ കയ്യിൽ കൊടുക്കുകയും തിരിച്ച് ആ പെൺകുട്ടി കൊണ്ടുവന്ന മറ്റാരുടെയോ കുഞ്ഞിനെ ദിവ്യയുടെ കുഞ്ഞിന്റെ സ്ഥാനത്ത് കിടത്തുകയും ചെയ്തു. പിന്നീട് ആ കുട്ടി ദിവ്യയുടെ കയ്യിൽ വരുമ്പോഴാണ് ഇത് തന്റെ കുട്ടിയല്ലാന്ന് ദിവ്യ തിരിച്ചറിയുകയും എല്ലാവരോടും പറയുകയും ചെയ്യുന്നത്. അതിനോടകം തന്നെ അവരുടെ സ്വന്തം കുഞ്ഞിനെ ഇവര് കടത്തുകയും ആ ഫോറിൻ കസ്റ്റമേഴ്സിന് കൊടുക്കുകയും ചെയ്തു. കുഞ്ഞിനെയും കൊണ്ട് അവര് പിറ്റേന്ന് തന്നെ US-ലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. ആ ദമ്പതിമാരും ആ ഒരു അമ്പലത്തിൽ പോയിട്ട് തൊട്ടില് കെട്ടിയിട്ടുണ്ടായിരുന്നു. അവരെ തഴിക്കാൻ വേണ്ടിയിട്ട് നാളെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് വരദരാജനും അവരെ കണ്ട് യാത്രയാക്കും. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ദിവ്യ തന്റെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ യഥാർത്ഥ അച്ഛനും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അവര് പറഞ്ഞ പ്രകാരം ദിവ്യയാകട്ടെ ആ അമ്പലത്തിലേക്ക് തൊട്ടില് കെട്ടാൻ വരുന്നുണ്ട്. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് ഈ വരദരാജനും US കസ്റ്റമേഴ്സും ദിവ്യയുടെ കുഞ്ഞുമായിട്ട് അവിടേക്ക് വരുന്നത്. അവര് തൊട്ടിലഴിക്കാൻ വന്നപ്പോ ദിവ്യ അവിടെ തൊട്ടില് കെട്ടാനാണ് വന്നത്. അതിനോടകം തന്നെ SI ആനന്ദം ചേർന്നിട്ട് വരദരാജനെ കണ്ടെത്താനുള്ള ശ്രമത്തിലുമായിരുന്നു. അയാളുടെ ഓഫീസിൽ പോവുകയും അയാളുടെ നമ്പേഴ്സ് കളക്ട് ചെയ്ത് അയാളെ ട്രാക്ക് ചെയ്യുകയാണ്. അയാൾ ഇപ്പോൾ അമ്പലത്തിലുണ്ടെന്ന് മനസ്സിലാക്കി അവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ US കപ്പിൾസ് അവളുടെ തൊട്ട് ബാക്കിൽ വന്ന് നിൽക്കുന്നു. അവരുടെ കയ്യിലിരുന്നിട്ട് ദിവ്യയുടെ കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. കുഞ്ഞ് കരയുന്ന കണ്ടിട്ട് ദിവ്യ പറയുന്നുണ്ട് ഞാൻ ശാന്തമാക്കി തരാം, എന്റെ കയ്യിലോട്ടൊന്ന് തരാൻ. അങ്ങനെ അവളുടെ കയ്യിലേക്ക് ഇവർ കുഞ്ഞിനെ കൊടുക്കുന്നു. കുഞ്ഞിനെ കണ്ടപ്പോ തൊട്ടേ അവൾക്ക് എന്തൊക്കെയോ ഡൗട്ട് തോന്നുന്നുണ്ട്, ഇത് തന്റെ കുഞ്ഞാണ്. അവർ അവിടെ നിന്ന് ആ കുഞ്ഞിന്റെ പേരിൽ അർച്ചന കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ജനിച്ച മാസവും ജനിച്ച സമയവും രാശിയും എല്ലാം തന്നെ പറയുന്നുണ്ട്. അതെല്ലാം കേട്ടപ്പോഴേ ദിവ്യക്ക് ഡൗട്ട് തോന്നുന്നു. കാരണം അവളുടെ കുഞ്ഞ് ജനിച്ചതും അതേ രാശിയിലും അതേ സമയത്തുമായിരുന്നു. കുഞ്ഞിന്റെ മുഖത്ത് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയതോടുകൂടി അവൾക്ക് മനസ്സിലായി അത് തന്റെ കുഞ്ഞാണെന്ന്. അവളുടെ കുഞ്ഞാകട്ടെ അവളുടെ താലിയിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. തിരിച്ചു പോകാനും കൂട്ടാക്കുന്നില്ല. ഇതെല്ലാം വരദരാജൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. വരദരാജൻ അറിയാം അത് ദിവ്യയുടെ കുട്ടിയാണെന്ന്. അവൾക്ക് ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയ വരദരാജൻ പെട്ടെന്ന് ദിവ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങി US കപ്പിൾസിന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇവിടെ നിന്നും പെട്ടെന്ന് പോകാൻ പറയുന്നു. അതോടെ ദിവ്യയ്ക്ക് ഉറപ്പായി അത് തന്റെ കുട്ടിയാണെന്ന്. അവൾ അവരുടെ പിറകെ ഓടി. അപ്പോഴേക്കും അവര് നേരെ പോയി വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് ആനന്ദോ അവിടേക്ക് വരുന്നത്. അവൾ ആനന്ദിനോട് പറയുന്നുണ്ട് അത് നമ്മുടെ കുഞ്ഞാണെന്ന്. ആനന്ദ് നോക്കുമ്പോൾ അവൻ അന്വേഷിച്ചു വന്ന വരദരാജനാണ് ഈ കുട്ടിയും കൊണ്ട് കാറിലേക്ക് കയറിയിരിക്കുന്നത്. അതോടുകൂടി അവൻ അവരെ എല്ലാം തന്നെ തടയുകയും കുഞ്ഞിനെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞിനെ ദിവ്യയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ നേരത്ത് ഈ വരദരാജനും കൂട്ടരും തടയുന്നുണ്ട്. അവർ തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുന്നു. എന്നാൽ ആനന്ദ് ആ വരദരാജനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് അയാളെ മറ്റൊരാൾ വന്ന് കുത്തിക്കൊല്ലുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഇത്രയും കാലം വരദരാജന്റെ കൂടെ ഉണ്ടായിരുന്ന രാജേന്ദ്രനെ വരദരാജൻ കൊന്നില്ലേ, അതേ രാജേന്ദ്രന്റെ മകനായിരുന്നു അത്. തന്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം വീട്ടാനാണ് അവൻ വന്നത്. അങ്ങനെ ദിവ്യയ്ക്കും ആനന്ദിനും അവരുടെ യഥാർത്ഥ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. വരദരാജ മൂവിയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നാൾ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.